രാജ്യമാകെ തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ സകല മേഖലകളിലുമുള്ള അധപ്പതനത്തെയോർത്ത് ആശങ്കപ്പെടുകയാണ് വിപ്ലവ മഹാകവി സാക്ഷാൽ ജി സുധാകരൻ. രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ കവിയായി അറിയപ്പെടുന്ന സുധാകരന്റെ ആകുലത അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ന്യൂ ജനറേഷൻ സിനിമ, ന്യൂ ജനറേഷൻ സാഹിത്യം, ന്യൂ ജനറേഷൻ കവിത, ന്യൂ ജനറേഷൻ വസ്ത്രം, ഇങ്ങനെ അടിസ്ഥാനപരമായി നിലനിൽക്കാത്ത ചില പുതിയ വ്യതിയാനങ്ങളെ ഇവിടെ സാർവത്രികമായ ശരിയായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. ചില സാഹിത്യ എഴുത്തുകാർ, കവികളോ അല്ലെങ്കിൽ എഴുത്തുകാരോ ആവട്ടെ, അവർക്ക് വലിയ പ്രാധാന്യമാണ്. പത്രങ്ങളൊക്കെ വരാറുണ്ട്. പല പ്രശസ്തരെന്ന് പല സാഹിത്യകാരന്മാരും ചർച്ച ചെയ്യുന്ന മദ്യപാനത്തെ പറ്റിയാണ്. വലിയ കാര്യമായിട്ടാണ് അത് പറയുന്നത്. മദ്യപാനത്തിൻ്റെ മഹിമയെ പറ്റിയാണ്. അവർക്കതേപ്പറ്റി പറയാതൊന്നും പറയാൻ പറ്റില്ല. ഒരു വലിയ നോവലിസ്റ്റുകളാന്ന് പറയുന്നു. വാസ്തവത്തിൽ വസ്തുനിഷ്ഠമായി നമ്മളിവിടെ നോവലുകൾ ഇത്തരക്കാരെ വല്ലതും പരിശോധിച്ചിട്ടുണ്ട്. എന്താ അതിനകത്തുള്ള സാമൂഹ്യമായിട്ടുള്ള സന്ദേശം? സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സന്ദേശം കൊടുക്കാത്തത് ഒന്നും നിലനിൽക്കില്ല. അതെല്ലാം സമൂഹത്തിന് ദോഷകരമാണ് എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും അത് പ്രേരിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾ മാത്രമേ സാമൂഹ്യമായി പ്രസക്തമാവുന്നുള്ളൂ. അങ്ങനെ പ്രസക്തമാകാത്തതൊന്നും ആധുനികമല്ല. എങ്ങനെ ആധുനികം ആകണം എന്നതിനുള്ള വഴി കണ്ടുപിടിക്കാൻ സുധാകരന്റെ ഭാവന പ്രവർത്തിക്കുന്നുണ്ട്. ബർമൂഡയിൽ കയറുന്നത് ന്യൂ ജനറേഷൻ ആണ് എന്ന് സുധാകരൻ സമ്മതിച്ചു തരില്ല. വസ്ത്രധാരണത്തിലെ ആധുനികത എന്താണ്? നല്ല വസ്ത്രം ധരിച്ച് മനുഷ്യൻ വസ്ത്രമില്ലായ്മയുള്ള വസ്ത്രത്തിലേക്കാണ് വളർന്നു കയറിയത്. ആദാമിനും ഹവ്വായ്ക്കും ആദ്യം തുണിയില്ലായിരുന്നു. കാരണം അവർക്ക് അറിയില്ല, വികാരങ്ങളില്ല, അവർക്ക് പാപത്തെ പറ്റി അറിയില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിലക്കപ്പെട്ട കഴി നിന്നു ബൈബിൾ പറയുകയാണ്. അപ്പോൾ അവർക്ക് പാപയന്ത ഉണ്ടായി. അപ്പോൾ ഒരു ഇല കൊണ്ട് നാണം മറച്ചു. പിന്നെ മനുഷ്യൻ ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളെ പോലെയൊക്കെ ആയി. അപ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ് ഒരു ആധുനിക സമൂഹത്തിൻ്റെ ലക്ഷണം എന്നുള്ളത് വന്നു. പക്ഷെ നേരെ തിരിച്ചാണ് പറയുന്നത്. പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. നിങ്ങളൊരു പാൻറ് തയ്പ്പിച്ചിട്ട് മുട്ടു താഴെ വെച്ച് മുറിച്ചാൽ കളയുക. അങ്ങനെ മുറിക്കുമ്പോൾ എഴുന്നേക്കാൻ നൂലുകളൊന്നും കട്ട് ചെയ്യുക, താഴോട്ട് കിടക്കണം. അതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഷർട്ട്. എന്തായാലും പാൻറ് എന്തോ ഒരു പേരൊക്കെ പേരൊന്നും എനിക്കറിയില്ല. ഇതാണ്. ഞാൻ ഡൽഹിയിൽ ഒബ്രോയ് ഷർട്ടനിലായിരുന്നു. മണ്ണാങ്കട്ടയായിരുന്നു. അല്ലായിരുന്നു, എന്റെ സ്റ്റൈൽ കുറച്ച് പുതിയതാണ്. ഒരു ശീലമായാൽ പിന്നെ ഇഷ്ടം തോന്നിക്കോളും. എന്നൊരു പ്രത്യേക തരം ഉടുപ്പ്. ആ ഉടുപ്പയിലെല്ലാം കൂടെ സിമ്പലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം. എന്തെങ്കിലുമൊക്കെ പടം കാക്കുന്നൊക്കെ വേണം. എന്നിട്ട് കുറേ സാധനങ്ങളെല്ലാം കുത്തി തരിക അവിടെ ഇവിടെയല്ല. എന്നിട്ട് നടന്ന് ഓരോന്ന് കാണിക്കുക. എന്തൊക്കെ കാണിക്കുന്നത് ഞാൻ പറയണ്ട. ഇങ്ങനൊരു തലമുറയാണ് ഈ കേരളം മൊത്തമെങ്കിൽ. ഈ കേരളം അങ്ങനെ നിലനിൽക്കും. ആര് ജോലി ചെയ്യും? ആര് കൃഷി ചെയ്യും? ആര് ഫാക്ടറി പോകും? ആര് വണ്ടി ഓടിക്കും? പറയൂ. ഇടതുപക്ഷവും BJPയും കോൺഗ്രസും ഒന്നും ജോലി ചെയ്യാതെ രാജ്യത്തെ ഇതുവരെ നയിച്ചതുകൊണ്ടാണ് ആം ആദ്മികൾ കയറി നിരങ്ങുന്നത്. ഡെമോക്രസിക്ക് രാഷ്ട്രീയമാണ് ഇഷ്ടം എന്നതുകൊണ്ട് സുധാകരൻ ആ മേഖലയിലേക്കും കടക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഒരു കൊഞ്ഞാണനാണോ എന്നതാണ് സുധാകരന്റെ അന്വേഷണം. കൂടെ അത്താഴം കഴിക്കാൻ 20,000 രൂപ വരെ പിരിവ് വാങ്ങുന്നയാളെ പിന്നെ എന്ത് വിളിക്കണമെന്നും സുധാകരൻ ചോദിക്കുന്നു. ഒരു ഗാന്ധത്തൊപ്പിയും വെച്ച് ഒരു ചൂലും കൊണ്ട് കിടക്കാം ഇന്ത്യയിൽ. അയാൾ ഇന്നലെ വരെ ഏതോ ഒരു സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. ഗാന്ധിയായിട്ട് എന്താ ബന്ധം? അയാൾ ഒരു സമരത്തിൽ, അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. നമ്മളൊക്കെ പങ്കെടുത്തവരാ. ജയിലിൽ കിടന്ന കാര്യം സുരേഷ് കുമാർ പറഞ്ഞത്. ബേബിയും വിജയകുമാറും ഞാനും ഞങ്ങൾ 3 മന്ത്രിമാരായി. ഈ സുരേഷ് കുമാർ ഞങ്ങൾ DYSP ആയിട്ടുള്ള ഒരു ഗോപിനാഥ് എല്ലാം റിട്ടയർ ചെയ്തു. വൈസ് ചാൻസലറായ പ്രസാദ് ഞങ്ങളെ ഒരുമിച്ച് ഉണ്ടെന്നത് തല്ലുകൊണ്ട് സെൻട്രൽ ജയിലിലും സബ് ജയിലിലും കിടന്നു. ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിൽ മിസൈൽ കിടന്നു ഒരുപാട് നേതാക്കന്മാർ. അന്നൊന്നും അടിയന്തരാവസ്ഥ സമരത്തിൽ പോലും ഈ കോഞ്ചേരിവാറിനെ നമ്മളാരും കണ്ടിട്ടില്ല. ജയപ്രകാശ് നാരായണനേക്കാൾ വലിയൊരു അഴിമതി വിരുദ്ധനാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സമരത്തിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി രൂപീകരിക്കാൻ കഴിവില്ലെന്നല്ല, അത് രാജ്യത്തിന് മാതൃകയാണെന്ന് പറയാൻ അസാമാന്യമായ തൊലിക്കട്ടി വേണം. ഈ കോഞ്ചേരിവാളിന് കൊച്ചാണ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയം നിങ്ങളുണ്ടോ? അസൽ കൊച്ചാണനാണ്. തലയിൽ ബുദ്ധിവല്ലം ഉണ്ടായിട്ട് ചരിത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പറയുകയാണ്, എൻ്റെ കൂടെ ഊണ് കഴിക്കാൻ 20,000 രൂപ തന്നാൽ എൻ്റെ കൂടെ ഊണ് കഴിക്കാം. മഹാരാഷ്ട്ര പോയി പറയാണ്, എൻ്റെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ 20,000 രൂപ അടക്കണം. രാജസ്ഥാനിൽ 10,000 രൂപ മതി. പദ്ധതി വായിച്ചില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര അബ്സർഡിറ്റി, അസംബന്ധം. ഇതാണോ രാഷ്ട്രീയം? ഇയാളെയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളാകുമോ?
ഡൽഹിയിൽ കോൺഗ്രസും BJP മാറി മാറി ഭരിച്ച് കുളമാക്കിയാണ്. ബദൽ ഇതാണ്. കോഞ്ചരിവാളിന്റെ കൂടെ ഊണ് കഴിക്കാൻ 10,000 രൂപ ഫീസ് കൊടുത്ത ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അവരെല്ലാം കൂടെ ചേർന്ന് പ്രസ്ഥാനം ഉണ്ടാക്കുക, അവരെല്ലാം കൂടി ഈ രാജ്യം ഭരിക്കും. എന്നിട്ട് ചൂലുമായിട്ട് കിടക്കാണ്. ഈ രാജ്യത്തിന്റെ ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡ് നശിച്ചു പോയിരിക്കുന്നു. ഈ ചൂലിന്റെ കാര്യമാണ് കഷ്ടം. റഷ്യൻ വിപ്ലവം പോയിട്ട് പുന്നപ്ര വയലാർ സമരത്തിന് പോലും പറ്റാത്ത ചൂല് എന്തിനാണ് ഇങ്ങനെ എടുത്തു നടക്കുന്നത്? ഒരു ചൂലിന്റെ ധർമ്മം എന്താ? തൂക്കുക. എന്തൊക്കെ തൂക്കാൻ പറ്റും? ഭാരം കുറഞ്ഞതും ഭൂമിയുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതുമായ വളരെ ഭാരമുള്ള സാധനങ്ങൾ തൂത്തു മാറ്റും. നല്ല കാര്യം. അതുകൊണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥ ശരിയാവും. ഒരു കരിങ്കല്ലുണ്ടെങ്കിൽ തൂത്തു മാറ്റാൻ പറ്റും? തൂത്തു മാറ്റാൻ പറ്റും? പറ്റില്ല. നമ്മുടെ സ്ത്രീകൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നതാണ്, ചരിത്രപരമായ നൂറ്റാണ്ടുകളായി ചെയ്യുന്നതാണ് മിറ്റം തൂക്കലും വീട് തൂക്കലും. ഇതൊക്കെ ചെയ്യാനത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അതിലെ വൃത്തികേടുകളെ അടിച്ചുടയ്ക്കാൻ പറ്റുമോ? ഒരു സ്വാതന്ത്ര്യ സമരം നടത്താൻ ചൂല് കൊണ്ട് പറ്റുമോ? ഒരു പുന്നപ്ര വയലാർ വിപ്ലവം നടത്താൻ, ശൂന്യാണി വിപ്ലവം നടത്താൻ പറ്റുമോ? ഒരു കടക്കൽ കലാപം നടത്താൻ പറ്റുമോ? ഇതുകൊണ്ട് നടത്താൻ പറ്റുമോ? റഷ്യൻ വിപ്ലവം നടത്താൻ പറ്റുമോ? ലെന്നൊരു മണ്ടനാ. കാരണം അന്ന് അവിടെ ചൂലില്ലായിരിക്കും. അത് ചൂല് കണ്ട് രാവിലെ സാർ ചക്രവർത്തി മോഹൻ തുടങ്ങിയ തൂക്കുക മാറ്റുക. അസംബന്ധം, ബൗദ്ധികമായ അസംബന്ധം, പ്രായോഗികമായ സംബന്ധം, ചരിത്രപരമായ ഏറ്റവും വലിയ വിഡിത്തം. അതാണ് ആ പ്രസ്ഥാനം. അരിവാള് കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് തെളിയിച്ചതുകൊണ്ട് കേരളത്തിലെ ആം ആദ്മി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് സാക്ഷാൽ സാറ ജോസഫിനെ കുറിച്ച്. ചൊറിച്ചിൽ സാഹിത്യത്തിന്റെ വക്താക്കളെ മഹാകവികൾക്ക് പണ്ടേ കണ്ടുകൂടാ. ആം ആദ്മിയാണ് കേരളത്തിലേക്ക് വരുന്നു ചൂലുമായിട്ട്. അവർ ഭയപ്പെടുത്തുകയാണ് നമ്മളെ. അവസാനം ഒരു സാഹിത്യകാരൻ ചൂലുമായിട്ട് വന്നു, സാറ ജോസഫ്. മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥിയായിട്ട്. ഇന്റർവ്യൂവിന് പോയ സ്ത്രീ സ്ഥാനാർത്ഥിയാവാൻ അവർ ഇന്റർവ്യൂവിന് പോയി. എന്തൊരു ആഗ്രഹമാണ് അവരുടെ. ഇപ്പൊ MP ആവണം അവർക്ക്. മനസ്സിലായില്ല കാര്യം എന്താന്ന്? ജനങ്ങൾ ഒരു കാരണവശാലും എടുക്കാത്ത സാധനങ്ങൾ സാഹിത്യകാരി ആവട്ടെ ആരും ആവട്ടെ, ഈ നാട്ടിൽ ചോര ചൊരിഞ്ഞും ചോര കുടിച്ചും ഈ രാജ്യത്ത് മർദ്ദനമേറ്റും തിരിച്ചടി കൊടുത്തും വളർന്നു വന്ന ജനങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് ബദലാക്കാനുള്ള പരിശ്രമം അത് സാഹിത്യത്തെ പ്രതിഫലിക്കണ്ടേ? ഒരുതരം ചൊറിയൻ സാഹിത്യ ഇപ്പൊ കൂടുതലുണ്ടാക്കി ചൊറിയുകയാണ്. ഇങ്ങനെ പതുക്കെ സുഖം, ഒരു ചെറിയ സുഖം ചൊറിയുമ്പോൾ. അരാഷ്ട്രീയം വിളമ്പുന്ന ന്യൂ ജനറേഷൻ സാഹിത്യകാരന്മാർ സൂക്ഷിക്കുക. ചൊറിച്ചിൽ സാഹിത്യം എഴുതും മുമ്പ് G. സുധാകരനെ മനസ്സിൽ നമിക്കുക. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് PT തോമസിന്റെ വേദനകൾ. എക്കോളജി ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന മാർപ്പാപ്പായുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഇറങ്ങാൻ പോവുകയാണ്. പരിസ്ഥിതിയുടെ മധ്യസ്ഥനായ അസീസി പുണ്യവാളനെ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്ന മാർപ്പാപ്പ